എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മോരുകറിയാണ്. തേങ്ങ ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബാച്ചിലർ സ്പെഷ്യൽ കുമ്പളങ്ങ മോരുകറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് രീതിയിലാണ് കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. 300 ഗ്രാം കുമ്പളങ്ങ ഉണ്ട്, 4 പച്ചമുളകുണ്ട്. ആദ്യം കുമ്പളങ്ങയും പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ആദ്യം കുമ്പളങ്ങ വേവിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് തൈരാണ്. ഇത് ഞാൻ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ 1.5 കപ്പ് കട്ടിയുള്ള തൈരാണിത്. കുറച്ച് തൈരിന് കുറച്ച് പുളി വേണം, എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ കടുക് താളിക്കാനായിട്ട് 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിയണം. പിന്നെ 5 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പില വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ വളരെ രുചികരമായിട്ട് കുമ്പളങ്ങ മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നാടൻ കറികളൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം ആദ്യം നമുക്ക് കുമ്പളങ്ങ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളകാണ്. പച്ചമുളക് ഇടുന്നത് നല്ലതാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതിപ്പോൾ 4 പച്ചമുളകാണ്. കുറച്ച് എരിവ് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ്. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നെ വേണ്ടിയത് ആവശ്യത്തിന് വേണ്ടിയ വെള്ളം ഒരുപാട് വേണ്ട, ഇതൊന്ന് നികത്തി വെള്ളം മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി അത് കുമ്പളങ്ങ വേവട്ടെ, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒരു കുറച്ചും കൂടി വേവാനുണ്ട്. ഇത് നമ്മുടെ കുമ്പളങ്ങ എടുത്ത് നോക്കാം വെന്തോന്ന്. വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഇപ്പം ഇത് കട്ടിയില്ലാതെ വേണം നിങ്ങൾ തൈര് എടുക്കാൻ. അപ്പം മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് അടിച്ചിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. മിക്സിയുടെ ബാക്കിയുള്ള തൈരിലോട്ട് ഞാൻ ഇതിനകത്തൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ബാക്കിയുള്ള തൈരും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ തൈര് ഒന്ന് ചൂടായ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തൈര് ഓഫ് ചെയ്യണം. കാരണം ചട്ടിയിലൊക്കെ വെക്കുമ്പം ചട്ടി ഓൾറെഡി നല്ല ചൂടാണ്, അത് പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് പിരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ തൈര് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്യുവാണ്. ഇങ്ങോട്ട് മാറ്റിയാൽ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കടുക് താളിക്കാൻ പോവാണ്. വളരെ സിമ്പിളല്ലേ കുമ്പളങ്ങ മോരുകറി. ഞാനൊരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണ്. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സിന് മടിയുള്ള സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കുമ്പളങ്ങ മോരുകറി. കാരണം തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോടെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടാവുള്ളൂ. ഉലുവ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോയാൽ പിന്നെ കറി. ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂക്കണം. അതാണ് ഈ കറിയുടെ വേറൊരു ടേസ്റ്റ് വരാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ചുവന്നുള്ളി നന്നായിട്ട് ചുമക്കണം. കറിവേപ്പിലയും ആവശ്യത്തിന് ഇടുക. ഇപ്പം നമ്മുടെ ചുവന്നുള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ഈ കടുക് താളിക്കുമ്പോൾ കുറച്ചും കൂടി 1/4 ടീസ്പൂണോട് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റും കളറും കിട്ടും. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ കുമ്പളങ്ങയിലോട്ട്
ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതൊരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ഇളക്കാവുള്ളൂ. അപ്പോഴാണ് ഈ കറിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർന്ന് വളരെ നല്ല ടേസ്റ്റാണ്. ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ അറിയത്തുള്ളൂ. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പം നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.